ഇന്ന് 3 ലെയറിൻ്റെ ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽവർ കളറുള്ള ഗിയർ വയർ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 2 ഗിയർ ലോക്കാണ് കേട്ടോ പുറത്ത് കൊടുക്കുന്നത്. സിൽവറിൻ്റെ കളറ് ആണ് വെച്ചിട്ടാണ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ എല്ലാതും സിൽവർ കളറുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി സൈഡ് റിങ് ആണ് കേട്ടോ പുറത്ത് കൊടുക്കുന്നത്. ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 3 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനൊരു ബീഡാണ് കേട്ടോ പുറത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ബീഡ് കോർത്തുണ്ട് കേട്ടോ. ഇനി 3 ലെയറാക്കിയിട്ട് ഓരോ ലെയറിലും ബീഡ്സ് കോർക്കാണ് ചെയ്യണത്. ഷുഗർ ബീഡ്സാണ് കേട്ടോ കോർക്കണത്. ബ്ലാക്കും വൈറ്റും കളറുള്ളതാണ് കേട്ടോ. ഒരു ലെയറിൽ കുറച്ച് ബ്ലാക്ക് ഷുഗർ ബീഡ് കോർത്തെടുക്കാം കേട്ടോ. 3 ലെയറിലും ബ്ലാക്ക് കളർ ഷുഗർ ബീഡ് കുറച്ച് കോർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒരു 3 ഹോളിൻ്റെ സ്പേസറാണ് കേട്ടോ അതിൽ പുറത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ലെയർ എടുത്തിട്ട് അതിൽ ബ്ലാക്ക് ഷുഗർ ബീഡ് കുറച്ച് കോർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ലെയറിൽ ഇത്രയും ബ്ലാക്ക് ബീഡ് കോർത്തുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒരു വലിയ ബ്ലാക്ക് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് കളറ് ബീഡാണ് കേട്ടോ കോർക്കുന്നത്. ഇത്രയും വൈറ്റ് ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ആ ബ്ലാക്ക് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഈ ഷുഗർ ബീഡ് കോർക്കണത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിങ്ങനെ വീഡിയോയിൽ നന്നായി കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ കോർത്തതിന് ശേഷം കാണിക്കണത്. ഇനി ഇതേപോലെ കോർത്ത് കൊണ്ടുവരാം കേട്ടോ. കുറേ ആദ്യത്തെ ലെയറിൽ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നടുക്കിൽ വരുന്ന ലെയറിൽ മുഴുവനായിട്ട് ബ്ലാക്ക് ഷുഗർ ബീഡാണ് കോർക്കണത് കേട്ടോ. രണ്ടാമത്തെ ലെയറിൽ ഫുള്ള് ബ്ലാക്കാണ് കേട്ടോ കോർത്തുള്ളത്. ഇനി 3ആമത്തെ ലെയറിൽ ആദ്യത്തെ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കേട്ടോ കോർത്തെടുക്കുന്നത്. മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കോർത്തെടുത്തുള്ളത്. ഇനി ഇങ്ങനെ സ്പേസർ ഇട്ടതിന് ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ആണ് ചെയ്യണത്. കുറച്ച് ബീഡ്സ് കോർത്തിട്ട് പിന്നെ സൈഡ് റിങ് ഇട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. മാല കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതിന് ബാക്ക് ത്രെഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ മാല ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.